എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആ വീട്ടിലാണ്. അപ്പോൾ ഇതാ അവിടെ നിന്ന് എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ്. അവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടി തന്നെ പോകുന്നത് ട്രെയിനാണ്. അമ്മയുടെ സിസ്റ്റർ വീടാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട് കേട്ടോ. മെയിൻ റെയിൽവേ സ്റ്റേഷനല്ല, ഒരു ട്രെയിനേ അവിടെ നിർത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ വണ്ടികൾ പോകുന്ന സൗണ്ട് കേട്ടിട്ടാണല്ലോ നമ്മൾ ഉറങ്ങാറുള്ളത്. അപ്പോൾ ട്രെയിൻ പോകുന്ന സൗണ്ട് അത് ഇത്ര അടുത്ത് കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം അതിൻ്റെ സൗണ്ടൊക്കെ വീടിൻ്റെ അകത്ത് കിടക്കുമ്പോൾ കേൾക്കാം. ഇവിടെ താമസിക്കുന്നവർക്ക് പിന്നെ അത് യൂസ്ഡാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്കൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പം കിച്ചണിൽ ആരും ഇല്ല, അടുപ്പൊക്കെ കത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിറ്റ നല്ല തിരക്കിലാണ്, അറിയാലോ. കല്യാണമൊക്കെ നടക്കുന്ന വീടെന്ന് പറയുമ്പം മൊത്തത്തിൽ നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ ചിറ്റ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഇതുപോലെ അടുപ്പിൽ കത്തിച്ച് വെച്ചിട്ട് ഓടി നടന്നുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് തന്നെ നടത്തുന്ന ആളാണ് ചിറ്റ. അപ്പോൾ ഇതാ ഉണ്ടാക്കുന്നത് അപ്പമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുക അപ്പമാണെന്ന്. ഇത് നീർദോശയാണ്. നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ചിറ്റ ഈ അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതാവുമ്പം ചിറ്റയ്ക്ക് ഈസിയാണ്. ഇതുണ്ടാക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേറെ ജോലിക്കായിട്ട് ആളോടും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചിറ്റോട് വെച്ചിട്ട് ഇതിലുണ്ടാക്കി കഴിഞ്ഞത് ശരിക്കും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ചിറ്റ പറഞ്ഞു, ഓ നല്ലോണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് എന്നെ കാണിച്ചു തന്നു കേട്ടോ. നോക്കിയേ, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നീർദോശയും ചായയും കടലക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ലഞ്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ 2 നായകളുണ്ട് കേട്ടോ. ഇവൻ റൂമിയാണ്, ഇവനല്ല ഇവളാണ്. അപ്പോൾ ആൾ കുറച്ച് ബിഗ്ഗാണ്, പക്ഷെ ഒരു പാവാണ്. അപ്പോൾ ആദ്യം എനിക്ക് പെട്ടെന്ന് പേടിയായിരുന്നു കേട്ടോ, ഒന്ന് പരിചയപ്പെടാനും തൊടാനും ഒക്കെ. അപ്പോൾ കൊച്ചിച്ചൻ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അത് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. റൂമി സീറ്റ്. അപ്പോൾ കണ്ടില്ലേ, ഒരു പാവാണ്. സിറ്റെന്ന് പറഞ്ഞ വഴിയിരുന്നു കേട്ടോ. ഒരു പഞ്ച പാവാണ്. അപ്പോൾ അവളെ ഞാൻ കൊഞ്ചിക്കണം കണ്ടപ്പോൾ അത് ഇപ്പുറത്തൊരുത്തി. ആളുടെ പേര് ജൂണി എന്നാണ്. അപ്പോൾ ഒന്ന് വാലാട്ടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ചെന്നിട്ട് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഒരാളെ കൊഞ്ചിക്കണം കാണുമ്പോൾ മറ്റേയാൾക്ക് ഭയങ്കര ഒരു കുശുമ്പ് കയറും. അങ്ങനെയാണ് രണ്ടുപേരും ഭയങ്കര പാവം നായ്ക്കളാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ അമ്മയും സിസ്റ്ററും കൂടി ചിറ്റയും കൂടിയൊക്കെ നല്ല പാചകം ഉണ്ടാക്കലും വിശേഷം പറയലൊക്കെയാണ്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ അവരറിയാതെ എടുത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമ്മ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല. ഇത് ഞാൻ അറിയിച്ചിട്ടില്ല. ഈ വീഡിയോ അപ്ലോഡ് ആവുമ്പോഴാണ് 2 പേരും അറിയുള്ളൂ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെ കേട്ടോ. അമ്മയെ ഫോട്ടോയിൽ കൂടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബാക്കിൽ നിൽക്കുന്നതാണ് അമ്മ, ഫ്രണ്ടിൽ നിൽക്കുന്നത് ചിറ്റിയാണ്. 2 പേരും ഫോട്ടോയിൽ വരാനും വീഡിയോയിൽ വരാനും ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുമാണ്. അങ്ങനത്തെ അവർ പെട്ടെന്ന് ലഞ്ചൊക്കെ തട്ടിക്കൂട്ടി. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. 2-3 വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. തീയലും ഒരു തോരനും അതുപോലെ തന്നെ പഴമാങ്ങ കൊണ്ട് പച്ചടിയും പിന്നെ കണ്ണിമാങ്ങ പിക്കിളും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും വിഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിച്ചു. അതുകൊണ്ട് പ്ലേറ്റിലെടുത്തില്ല കേട്ടോ. ഇതുപോലത്തെ ഇലയിൽ എടുക്കുക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കളയാമല്ലോ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയിട്ട് വന്നു. അത് കഴിഞ്ഞതിപ്പോൾ ഈവനിങ്ങിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ബോഗൺവില്ലയാണ്. അപ്പോൾ ഞാനും ചിറ്റയും കൂടി അവിടെ പോയിട്ട് കുറച്ച് ബോഗൺവില്ലയുടെ കമ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇത് എത്ര നട്ടാലും വീട്ടിൽ പിടിക്കാറില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇവിടെ ചിറ്റയ്ക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചെടി നടലായിരുന്നു വൈകുന്നേരം. അപ്പോൾ ചിറ്റ ചെടി നടൽ തുടങ്ങിയേക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലൊന്ന് ചിറ്റ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അമ്മയെക്കൊണ്ട് തന്നെ ഇത് നടിയിക്കണമെന്ന് ചിറ്റയ്ക്ക് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ പൊതുവെയുള്ള അവരുടെ ഫാമിലിയിലൊരു വിശ്വാസമാണ് അമ്മ എന്ത് സാധനം നട്ടു കൊടുത്താലും പെട്ടെന്ന് അത് വളരും എന്നുള്ളത്. ചിറ്റയ്ക്ക് അത് നേരത്തെ അങ്ങനെ തന്നെയാണ്. അമ്മ എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ നട്ടു കൊടുക്കുമ്പം പിന്നെ പെട്ടെന്ന് ചെടിയും ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ 2 പേരും മണ്ണൊക്കെ നിറച്ച്, അമ്മയാണ് കേട്ടോ മണ്ണൊക്കെ നിറച്ച് ചട്ടിയൊക്കെ എടുത്ത് പൊക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിറ്റയ്ക്ക് ആ സൈഡിലേക്ക്. അപ്പോൾ 2 പേരും അങ്ങനെ തകൃതിയായിട്ട് കുറേച്ച് ചെടിയൊക്കെ വെച്ചു. കുറച്ചിലൊക്കെ അമ്മ വളമൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഉള്ളിത്തൊണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിറ്റി അതൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് ചെടിയൊന്നുമില്ല, ഇപ്പോൾ സെറ്റാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബോഗൺവില്ലയുടെ കമ്പ് ഞങ്ങൾ ആ വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. അതൊക്കെ ചട്ടിയിൽ ഇപ്പോൾ കുറേ പേര് നമ്മളെ വീഡിയോ ഉള്ള കുട്ടികൾ പറയാറുണ്ട് ഇങ്ങനെ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ട് ഉണ്ടായി കഴിയുമ്പം അത് കമ്പ് മുറിച്ചിട്ട് നട്ടാൽ മതിയെന്ന്.
അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്ന ദിവ്യയുടെ വീട്ടിൽ കുറേ ബോഗൺവില്ല നിൽക്കണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നപ്പം ദിവ്യം പറഞ്ഞു തന്നു ഇങ്ങനെ നട്ട് കൊടുക്കും, ആദ്യം ചട്ടിയിൽ നട്ടിട്ട് പിന്നെ നമ്മൾക്ക് അത് പറിച്ച് നിലത്ത് നട്ട് കഴിഞ്ഞാൽ ധാരാളം ഉണ്ടാവുന്നു. അപ്പോൾ അവർ ചെടിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ നനച്ചു കൊടുത്തതാണ് കേട്ടോ. അവർ വിളിച്ചിട്ട് വെറുതെ ഇരിക്കേണ്ട, വന്ന് നനയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതേ കുറേ ചട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവരപ്പുറത്ത് മണ്ണെടുക്കുകയാണ്. അപ്പോൾ ഓരോ സെക്ഷൻ വച്ചിട്ട് അടുത്തത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ സമ്മതിച്ചില്ല, വന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വേഗം ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ ചെടിക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. സാധാരണ പറയുമല്ലോ നട്ട ഉടനെ തന്നെ ചെടികൾക്ക് ഒന്ന് നനച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നനയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ കമ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് എനിക്കും ബോഗൺവില്ല നടണം. കാരണം നമ്മൾ ഈ ബോഗൺവില്ല നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ എങ്ങനെ അത് നട്ടു കൊടുത്താലും പിടിക്കാറില്ല. എല്ലാവരും പറയുന്നുണ്ട് പെട്ടെന്ന് നട്ടുകൊടുത്ത് ഈ രീതിയിൽ നട്ടുകൊടുക്കും. ഞാനും അമ്മയും പല പ്രാവശ്യം നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചതാണ്, ഒരിക്കലും നടന്നിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഈ കമ്പൊക്കെ കൊണ്ടുപോയി വീട്ടിൽ പോകുമ്പം അതൊക്കെ നട്ട് എനിക്ക് എന്താ പറയുക ബോഗൺവില്ല ഉണ്ടാക്കിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ചെടിയൊക്കെ നനച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ടൊന്ന് ഒരുങ്ങിയിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോകാമെന്നുള്ളത്. ചിറ്റയുടെ വീട്ടിൽ വരുന്നത് പോലെ തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ആ അമ്പലത്തിൽ പോകുന്നതും. അപ്പോൾ ഞാനും ചിറ്റയും കൂടി, അമ്മ വരണില്ല പറഞ്ഞു, അപ്പോൾ ഞാനും ചിറ്റയും കൂടിയാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ശരിക്കും അമ്പലത്തിലേക്ക്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് നടന്നും പോവും, തിരിച്ചിങ്ങോട്ട് വരുമ്പം ഓട്ടോയ്ക്കായിരിക്കും വരുന്നത്. ആദ്യമൊക്കെ ഞാൻ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാണ് കേട്ടോ വരാറുള്ളത്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വണ്ടിക്ക് പോകാറുള്ളത്. അങ്ങനെ നമ്മുടെ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിലെത്തി. ഒരുപാട് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ദേവിയെ. എന്താണെന്നറിയില്ല, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് തോന്നുന്ന ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം എനിക്കൊന്നും എപ്പോഴും ഇവിടെ പോകാൻ പറ്റില്ല. ഒരു 4 വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് മാത്രമാണ് എനിക്ക് ദേവിയുടെ അടുത്ത് പോകാൻ പറ്റാറുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോയിട്ട് 2-3 വർഷമായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ദേവിയുടെ നടയ്ക്ക് പുറത്ത് നിന്ന് തൊഴുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പം എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയായി. 5:30 തന്നെ നട തുറന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങളവിടെ വെറുതെ ഇരുന്നപ്പം എന്നാൽ കുറച്ച് വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടന്നു കേട്ടോ. ഈ കുമാരനെല്ലൂരിൽ ഭഗവതി പ്രതിഷ്ഠ നടത്തിയതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അതറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഏകദേശം ഒരു 2400 വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഈ അമ്പലത്തിനെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അന്ന് നാട് വാണിരുന്ന കേരള ചക്രവർത്തിയായിരുന്ന മഹാനായ ചേരമൻ പെരുമാൾ ഉദയനായകീപുരം എന്ന സംജ്ഞയോടുകൂടി ദുർഗയെ പ്രതിഷ്ഠിക്കാനായിട്ട് ഒരു ക്ഷേത്രം വൈക്കത്തും കുമാരപുരം എന്ന ഒരു നാമധേയത്തിൽ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനായിട്ടാണ് ഈ കുമാരനെല്ലൂരും പണി കഴിപ്പിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വിഗ്രഹങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ആ ഒരു സമയത്ത് പെരുമാൾക്ക് പെട്ടെന്നൊരു അശരീരി കേൾക്കുണ്ടായി. കുമാരനല്ല ഊരിൽ, അതായത് സുബ്രഹ്മണ്യ വിഗ്രഹമല്ല ഈ കുമാരനെല്ലൂര് പ്രതിഷ്ഠിക്കേണ്ടത് എന്നൊരു അശരീരിയാണ് കേട്ടത്. കുമാരനല്ല ഊരിൽ. അപ്പോൾ അത് കേട്ട വഴി ഈ പെരുമാൾ ഈ വിഗ്രഹമായിട്ട് വൈക്കത്ത് പോയിട്ട് അവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ കുമാരനെല്ലൂർ പണി കഴിപ്പിച്ചവിടെ ഒരു വിഗ്രഹം വേണമല്ലോ. ആ സമയത്താണ് പെരുമാളുടെ മനസ്സിൽ പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടാവുകയാണ്. ഒരു വിഗ്രഹം ജലാധിവാസമായിട്ട് കിടപ്പുണ്ടെന്ന്. അപ്പോൾ ആ വിഗ്രഹം ഇവിടെ എത്തിക്കണമെന്നും ഇവിടെ പ്രതിഷ്ഠ നടത്തണമെന്നുമായിരുന്നു. അതനുസരിച്ച് ആ ഒരു വിഗ്രഹം ഈ കുമാരനെല്ലൂരിൽ എത്തിക്കുകയും തന്ത്രിമാരെ കൊണ്ടുള്ള പ്രതിഷ്ഠാ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ പൂർത്തിയാക്കി കൊണ്ടിരുന്ന ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ പെട്ടെന്ന് ഈ ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ പ്രതിഷ്ഠ അവിടെ നടത്തുകയുണ്ടായത്. അപ്പോൾ ആ ബ്രാഹ്മണൻ പരശുരാമൻ ആണ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് കുമാരനെല്ലൂരിൽ ഭഗവതി പ്രതിഷ്ഠ നടത്താനുണ്ടായ ഒരു ഐതിഹ്യം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരു കുളമുണ്ട്. കുളം ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുൻപ്. പക്ഷേ ഞങ്ങൾ ധൃതിയിൽ വന്ന് തൊഴുന്ന സമയത്ത് ഈ കുളത്തിൻ്റെ സൈഡിലൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുളം ജസ്റ്റ് കണ്ടിട്ട് പോവുകയുണ്ടായുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഞാൻ ആ കുളത്തിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം നിന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വൃത്തിയാണ്.
വളരെ നീറ്റായിട്ടാണ് കേട്ടോ അമ്പലത്തിൻ്റെ അകവും പുറമൊക്കെ. അത് പൊതുവേ നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലേ. പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത്ര വളരെ മനോഹരമായിട്ടായിരിക്കും അവരത് സൂക്ഷിക്കുന്നത് അല്ലേ. ഒരു ഇലയോ ഒന്നും ഉണ്ടാവില്ല പള്ളിയിലും അമ്പലത്തിലും ഒക്കെ. അതൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. അങ്ങനെ അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞു കേട്ടോ. മഴയ്ക്ക് നല്ല ഒരു ഇതുണ്ടായിരുന്നു, നല്ല മഴ പെയ്യാനായിട്ട് ഇടിയൊക്കെ വെട്ടുകയായിരുന്നു. അപ്പോൾ എങ്ങനെ പോവും എന്ന് കരുതി ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പോഴേക്കും നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂർ നേരത്തേക്ക് അതിഗംഭീര മഴ തന്നെയായിരുന്നു. അത് ഇടി വെട്ടി പെയ്യാന്ന് പറയില്ലേ, മിന്നലും ഇടിയും ഒക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.